അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും അൽഹംദുലില്ലാ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 13ാമത്തെ രാവിലാണുള്ളത്. അതായത് 4ാം പെരുന്നാൾ രാവാണ്. നാളെ ചൊവ്വാഴ്ച 4ാം പെരുന്നാളാണ്. നാളെ മഗ്രിബിന് തൊട്ട് മുമ്പ് വരെ ഇൻഷാ അല്ലാഹ് പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ എങ്ങനെ തക്ബീറിലൂടെ ഉദ്ഹിയ്യത്തിലൂടെ ഒക്കെ ഉള്ള ആ പെരുന്നാളിൻ്റെ സന്തോഷം നാളത്തെ മഗ്രിബിന് തൊട്ട് മുമ്പ് വരെയുള്ള ടൈമിൽ വരെ നമുക്കുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഉദ്ഹിയ്യത്ത് ഇന്ന് അറുത്തവരുണ്ട്, ഇനി ചില ആളുകൾ നാളെ ഉദ്ഹിയ്യത്ത് അറുക്കുന്നവരുണ്ട്. പിന്നെ തക്ബീർ നമ്മൾ അധികരിപ്പിക്കുക. തക്ബീറുമാണ് നമ്മൾ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യം. ഒന്ന് തക്ബീറും, രണ്ടാമത്തേത് ഉദ്ഹിയ്യത്തുമാണ്. അപ്പോൾ നാളെ മഗ്രിബിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് തക്ബീർ അധികരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഇനിയുള്ളവർ നാളത്തെ മഗ്രിബിന് മുമ്പ് തന്നെ ഉദ്ഹിയ്യത്ത് അറുക്കുക. ഉസ്താദേ, ഈ 4ാം പെരുന്നാൾ തീരുന്നതിന് മുമ്പ് ഈ ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചി തിന്ന് തീർക്കണോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. നമുക്കത് ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചി കറിയായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഈ ദുൽഹിജ്ജ മാസം കഴിയുന്നതിന് മുമ്പ് അതൊക്കെ കഴിച്ചു തീർക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയൊന്നുമില്ല. നമുക്ക് കേടാകാത്ത കാലത്തോളം നമുക്കത് വെക്കാം. പിന്നെ അച്ചാറിട്ട് 5-6 മാസമൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് എന്ത് രൂപത്തിൽ വേണമെങ്കിലും ഈ ഒരു ലഹ്മ്, ഈ ഒരു ഇറച്ചി നമുക്ക് കഴിക്കാം. പിന്നെ അമിതമായി ഇറച്ചി ഇങ്ങനെ കുറേ കഴിക്കരുത്. ഇപ്പോൾ റഫാ ദിനം തൊട്ടേ ഇറച്ചിയുടെ പരിപാടി തുടങ്ങിയതാണ്. അങ്ങനെ കഴിച്ചാൽ നല്ല കൊളസ്ട്രോളും BP ഒക്കെ വന്നിട്ട് നമുക്ക് വേഗം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ കഴിക്കുമ്പോൾ അതെല്ലാം അല്ലേ, അമിതമായാൽ അമൃതും വിഷമൊന്നല്ലേ. അപ്പോൾ ഇറച്ചിയാവട്ടെ, അത് ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചിയാവട്ടെ, നേർച്ചയുടെ ഇറച്ചിയാവട്ടെ, ഇറച്ചി തന്നെയാണ്. അപ്പോൾ ഒരു ബറക്കത്തിനായിട്ട് നമുക്ക് പലപ്പോഴായിട്ട് കഴിക്കാമെന്നല്ലാതെ എപ്പോഴും സ്ഥിരമായി അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് കേടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ യൂട്യൂബിലൊക്കെ പഴയകാല കേരളത്തിൻ്റെ ചില വീഡിയോകളൊക്കെ കാണാറുണ്ട് അല്ലേ, പ്രത്യേകിച്ച് കല്യാണ വീഡിയോകളൊക്കെ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു അന്നത്തെ കാലത്തുള്ള മനുഷ്യന്മാരും നമ്മുടെ ഈ കാലത്തുള്ള മനുഷ്യന്മാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൊടവയർ കുറവാണ് അല്ലേ. അമിതവണ്ണം, കൊടവയർ അന്നത്തെ ആളുകൾക്ക് കുറവാണ്. ഇന്നത്തെ ഒരു വീഡിയോ, കല്യാണ വീഡിയോ ഒക്കെ എടുത്താൽ എല്ലാ പുരുഷന്മാരായ എല്ലാവർക്കും നല്ല വയറുണ്ടാവും അല്ലേ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമുക്കൊക്കെ ഈ കൊടവയറുണ്ട്. എന്താണ്? നമുക്ക് ഭക്ഷണം അമിതമാകുന്നു, പക്ഷേ അധ്വാനം കുറയുന്നു. അന്നൊക്കെ പറഞ്ഞാൽ അധ്വാനമാണ്. ഏത് സ്ഥലത്ത് പോയാലും നടന്നു പോകുന്നു അല്ലേ. ചെറിയ ഒരു കാര്യത്തിന് തൊട്ടടുത്തൊരു കടയുണ്ട്, ആ കടയിൽ ഒരു സാധനം വാങ്ങണമെങ്കിൽ പോലും നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ബൈക്കിന് പോകുന്നു അല്ലേ, സ്കൂട്ടർ എടുത്ത് പോകുന്നു. അങ്ങനെ അധ്വാനം കുറവാണ്. പക്ഷെ അന്നത്തൊക്കെ പറഞ്ഞാൽ അധ്വാനം ഉണ്ടായിരുന്നു. ഏത് ദീർഘയാത്രയാണെങ്കിലും നടന്ന് പരമാവധി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധ്വാനവും കുറവാണ്, ഭക്ഷണവും കൂടുതലാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇറച്ചിയൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചിയാണ്, അതിലൊക്കെ ബറക്കത്തുണ്ട് എല്ലാം സംബന്ധിച്ച്. പക്ഷേ ഇറച്ചി തന്നെയാണല്ലോ. അപ്പോൾ അത് കഴിച്ചാലുള്ള കൊഴുപ്പും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി അമിതമായി നമ്മൾ കഴിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ചാറൊക്കെ ഇട്ട് വെക്കുന്നേ കുറേ നാൾ ഉപയോഗിക്കാമല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കാം. അൽഹംദുലില്ലാ, ഖൈറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ചൊവ്വാഴ്ച, നാളെ മഗ്രിബിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ദിക്റിൻ്റെ തുടക്കം തന്നെ, ഈ മജ്ലിസിൻ്റെ തുടക്കം നമുക്ക് കുറച്ച് തക്ബീർ പറഞ്ഞിട്ട് ബാക്കി ദിക്റുകളിലേക്ക്, ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ഈ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ
ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളായ ആളുകളുണ്ടല്ലേ, ഒരുപാട് രോഗികളുണ്ട്. ക്യാൻസർ രോഗം, ബ്രെയിൻ ട്യൂമർ, അതുപോലെ തന്നെ സ്ട്രോക്ക്, അറ്റാക്ക്, ന്യൂറോ പ്രശ്നങ്ങൾ വന്ന്, ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ വന്ന് ഒരു സൈഡ് തളർന്നു പോയവർ, അതുപോലെ തന്നെ എന്താണ് എഴുന്നേൽക്കാൻ പറ്റാത്തവർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, അങ്ങനെ എന്താണ് കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ രോഗങ്ങളും ശിഫയാവാൻ നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഉൾപ്പെടെ, പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ കാണുന്ന, നമ്മുടെ വീഡിയോകൾ കാണുന്ന, നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ, പലർക്കും പല അസുഖങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. എല്ലാം മാറി എല്ലാവിധ ഖൈറുണ്ടാവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കാം. അവർക്കും നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാം. എങ്ങനെയാ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض
അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ് അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ് അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ് അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ് അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ് അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ് അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ്. അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽ വളരെ പ്രാധാന്യമുള്ളൊരു ഇസ്മ് അല്ലേ, അത് അല്ലാഹു തആല സൂറത്തുൽ ഫാത്തിഹയിൽ 2 വട്ടം ആവർത്തിച്ചു പറയുന്നുണ്ട്. ആ ഇസ്മുകൾ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 ഇസ്മുകളാണ്. ആ 2 ഇസ്മുകൾ അല്ലേ, കരുണാവാരിധി, കരുണാനിധി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുന്ന ആ 2 ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് അത് രണ്ടും ചേർത്തിട്ട് നമുക്കൊന്ന് പറഞ്ഞാലോ, ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഇസ്മാൻ. പറഞ്ഞു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു 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 യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട് അല്ലേ, ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. നമുക്ക് ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? ദുന്യാവും ആഖിറവും അതുപോലെ നമ്മുടെ ഖബറും മഹ്ശറയും എല്ലാം വിജയിച്ച് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ ഒരൊറ്റ ദുആയിൽ എല്ലാം പറയുന്നൊരു ദുആ.
എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദുആ. പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അടുത്തതായി വിശുദ്ധമായ ഖുർആനിൽ ബിസ്മില്ലാത്ത സൂറത്ത് തൗബ അല്ലെ, ആ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുണ്ട്. വലിയ മഹത്വമുള്ള 2 ആയത്തുകളാണ് അല്ലെ. ആ ആയത്ത് ഒരു മനുഷ്യൻ നിത്യമാക്കിയാൽ അത് അവനിക്കൊരു പിടിവള്ളിയാണ്. എല്ലാ അപകടങ്ങളെ തൊട്ടും ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള വലിയൊരു പിടിവള്ളിയാണ്, വലിയൊരു കാവലാണ് ഈ 2 ആയത്തുകൾ. പ്രത്യേകിച്ച് വിശുദ്ധമായ അറഫ രാവിലും പകലിലും ഒക്കെയായി ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ ഈ 2 ആയത്തുകൾ ഇൻഷാ അള്ളാഹ് അധികരിപ്പിക്കണം. നമുക്കൊന്ന് ഓതിയാലോ? ഇൻഷാ അള്ളാഹ് എല്ലാവരും കൂടെ ഓദിക്കോ. നിസ്കാരമില്ലാത്ത ഉമ്മമാർ ഇത് ഓതുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ അവർക്ക് വലിയ പ്രതിഫലമാണ് ഇൻഷാ അള്ളാഹ്. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم
فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم നമുക്കിനി നേരെ ദുആയിലേക്ക് കടക്കാം. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم
ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി كنت من الظالمين. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. أرحم الراحمين يا കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്, നീ ഞങ്ങളുടെ യജമാനനാണല്ലോ അല്ലാ. അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാണ്? ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, സ്വലവാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്, ശ്രേഷ്ഠതകളാണ്. എല്ലാം പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സ് കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന വാപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഉമ്മമാരെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ഉമ്മമാര്, സഹോദരിമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും അനുഭവിച്ചവരാണ്. ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. ഇനി അവർക്ക് വിഷമം നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രാവിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ഔറാദുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങളുടെ ഹാജിമാര്, അവരുടെ ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ. ഉംറ നീ കബൂലാക്കണേ അല്ലാ. അവർക്ക് അല്ലാഹുവേ എല്ലാവിധ നിഅമത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും താമസിയാതെ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ തടയുന്ന അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാം വലിയ ഭയത്തിലാണ്. ഒരുപാട് ഞങ്ങളുടെ സഹോദരന്മാര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. മഴ മൂലമുള്ള ഒരുപാട് പ്രതിസന്ധിയിലാണ്. നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ നീ ഖൈറിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ മഴയാക്കണേ അല്ലാ. ഷർറിന്റെ അദാബിന്റെ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളുടെ സാധനങ്ങൾ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കുടുംബം അല്ലാഹുവേ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പ്രളയങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഉരുൾപൊട്ടലുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ ഖൈറിന്റെ മഴയാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന കാലമാണ് അല്ലാഹുവേ, ദിവസങ്ങളാണ്. എല്ലാ മഴ മൂലമുള്ള എല്ലാ ദുരിതങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, മഴയില്ലാത്ത നാടുകളുണ്ട്, ഖൈറായ മഴ അവർക്ക് കൊടുക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ വീട്ടുകാർ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ അല്ലാ റബ്ബേ ഒരുപാട് ദുആ വസിയത്ത് പറയുന്നവരുണ്ട്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവനാണ്, അവസ്ഥ നീ അറിയുന്നവനാണ്. എല്ലാവർക്കും അർഹമായ യോജ്യമായ എല്ലാ തരത്തിലുള്ള ഖൈർ ബറകാത്തുകൾ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു പ്രയാസമാണ്, കടമാണ് ഉസ്താദേ. കടങ്ങൾ മാറാൻ ദുആരക്കണേ ഉസ്താദേ. അല്ലാഹുവേ പടച്ചവനെ, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ള, 1 രൂപയെങ്കിലും കടമുള്ള ആരെല്ലാം ഉണ്ടോ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി, അതിന്റെ മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന പലരുമുണ്ട്. ആ തിരിച്ചു പൈസ അല്ലാഹുവേ ഖൈറായി ഞങ്ങൾക്ക് തരണേ അല്ലാ.
അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരുണ്ട്. ഖൈറായ നല്ല പൈസ ഞങ്ങൾക്ക് തന്ന് റഹ്മാനെ അത് ആ കടങ്ങളെല്ലാം വീട്ടി സന്തോഷത്തോടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഈ മജ്ലിസിന്റെ താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, എഴുതുന്നുണ്ടോ, പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിന്റെ താഴെ ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞോ, ഇന്നലെയും ദുആ ചെയ്യാൻ പറഞ്ഞവരും മിനിഞ്ഞാന്നും ഒരുപാട് ക്ലാസ്സുകളുടെ താഴെ അല്ലാഹുവേ കമന്റായി ദുആ വസിയത്ത് എഴുതുന്ന പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര്, അവരെ നീ അല്ലാഹുവേ മടക്കിക്കളയല്ലേ അല്ലാ, വെറും കൈയോടെ മടക്കല്ലേ അല്ലാ. അവര് ചോദിച്ചത് എന്താണോ അത് നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. രോഗങ്ങൾ നീ സലാമത്താക്കി തരണേ അല്ലാ. രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര്, എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. യാമീൻ പറയുന്ന വാപ്പമാരെ, സഹോദരന്മാരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളുമുണ്ട്. അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട പറയേണ്ട ഒരുപാട് ദിക്റൗറാദുകളുണ്ട്. എല്ലാം നീ കബൂലാക്കി ഞങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. ഈ വിനീതന്റെ ഉൾപ്പെടെയുള്ള വീട് പണികൾ നീ അല്ലാഹുവേ എല്ലാം വേഗത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. പടച്ച റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാം നീ മാറ്റി സലാമത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും തരണേ അല്ലാ. അല്ലാഹുവേ, മരണം വരെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വീഡിയോയിൽ അർഷദ് ബദ്രി ഉസ്താദിന്റെ അനുജനും പാടിയ ആ ഗാനം കണ്ടപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി, ഉസ്താദെ ഈ ഗാനം മാത്രം ഞങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബിൽ കാണുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മദ്ഹ് ഗാനം മാത്രമായി ഞങ്ങൾ ഇറക്കിയ ആ പാട്ടാണ്. മദീന മലർ എന്നായിരുന്നു ആ മദ്ഹ് ഗാന ആൽബത്തിന്റെ പേര്. അപ്പോൾ ആ ഗാനം കാണാനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഗാനം കാണുന്നതിനോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റു സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യാൻ കൂടി ഏവരും ഓർക്കുക. പുണ്യമദീന നിലാവേ പാലൊളി വിതറുന്ന നൂറേ